Good morning. Good morning. Good morning. Good morning, ma'am. 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 Okay, ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, miss. Good morning, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതില്? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. മിസ് ഇവിടെ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 2 ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ, ആ ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഹോസ്പിറ്റലുകള് അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റലുകള് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഇല്ലേ? ഇല്ലേ? നമ്മൾ കുഞ്ഞുനാള് മുതല് നമ്മൾ ഹോസ്പിറ്റലുകളിൽ അസുഖങ്ങൾ വരുമ്പോ പോവാറുണ്ട് അല്ലെ. അപ്പൊ അന്നത്തെ ഹോസ്പിറ്റലും ഇന്ന് കാണുന്ന ഹോസ്പിറ്റലും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ, മെഷീനറീസിലായിക്കോട്ടെ, അവിടുത്തെ പലതരത്തിലുള്ള ടെക്നിക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിൽ രൂപത്തിലായിക്കോട്ടെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ന് മുതലാണ് ഈ ഹോസ്പിറ്റലിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്? ഇനി ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള പരിണാമങ്ങൾ സംഭവിച്ചാണ് നമ്മൾ ഇന്നും കാണുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോ കാണുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഇത് എത്തിയത് എന്ന രീതിയിലുള്ള ഓരോ കാലഘട്ടമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഓരോ പീരീഡ് അല്ലെങ്കിൽ ഓരോ കാലഘട്ടമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ഓഫ് early era BC 500 AD. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം ജസ്റ്റ് ഒരു 3-4 കാലഘട്ടമായിട്ട് പഠിക്കുന്നു. അതിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പീരീഡ് മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എല്ലാം കുറച്ചധികം പീരീഡുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്ന ആ ഒരു പീരീഡുകൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു ആദ്യത്തെ കാലഘട്ടം എന്താണ്, എപ്പോഴാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹോസ്പിറ്റൽ ഓഫ് early era BC 500 AD. BC 500 AD കാലഘട്ടത്തില് ആ ഒരു കാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടം മുതലാണ് നമ്മുടെ ആശുപത്രി അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഫീൽഡിലേക്കുള്ള ആ ഒരു പുരോഗമനം അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകതകളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നോക്കിയേ, early medical treatment was always recognized as religious services and ceremonies. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളില് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയായിരുന്നു? ആദ്യ കാലഘട്ടങ്ങളില് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നോ? നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. അന്നെന്ന് പറയുന്നത് എപ്പോഴും ആ ആദ്യകാല വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ്, എപ്പോഴും അംഗീകരിക്കപ്പെട്ടിരുന്നത് റിലീജിയസ് സർവീസ് എന്ന് വെച്ചാൽ എന്താ, മതപരമായ ചടങ്ങുകളായിട്ട് അല്ലെ, മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും, സെറിമണീസ് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ, മതപരമായ ആചാരങ്ങളായിട്ടും ചടങ്ങുകളുമായിട്ടായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എപ്പോഴും അംഗീകരിക്കപ്പെട്ടിരുന്നത് മതപരമായ ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് priests were also physicians or medicine men. അതെ, റിച്വൽസ് എന്നും പറയും കേട്ടോ.
ഓക്കെ നോക്കിയേ, priests were also physicians or medicine men. എന്താണ് പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ അക്കാലത്ത് നമ്മൾ പറഞ്ഞു മതപരമായിട്ടുള്ള രീതിയിലായിരുന്നു അല്ലെ. അപ്പോ അവിടെ അന്നാളില് മെഡിസിൻ മാൻ, നമുക്ക് മരുന്ന് തരുന്ന വ്യക്തി അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറായിട്ട് ആക്ട് ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്നത് ആരാണ്? പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു. ആ 2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Priests were also physicians. അപ്പൊ ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകളിൽ അവിടെ ഡോക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാരാണ്. And caring for spirits, mind and body. ഈ പുരോഹിതന്മാര് അല്ലെങ്കിൽ ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അതുപോലെ തന്നെ എന്താണ് സ്പിരിറ്റ് ആത്മാവിനെയും പരിപാലിക്കുന്നവരും ആയിരുന്നു. Then priests or doctors come under the ruling class with great political influence. ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്നത് അവരെപ്പോഴും ഭരണവർഗത്തിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ ഒരു ഭരണവർഗത്തിൽപ്പെട്ടവരാകുമ്പോൾ തന്നെ അവർക്ക് എന്താണ്? വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ, വളരെ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ആയിരുന്നു ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കാലഘട്ടമാണ് പഠിക്കുന്നത്. ഏർലി എറ BC 500 AD കാലഘട്ടത്തില് അന്നാളിലുള്ള അല്ലെങ്കിൽ അക്കാലത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും അംഗീകരിക്കപ്പെട്ടിരുന്നത് ഒരു മതപരമായ ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു. അവിടെ അക്കാലത്ത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിസിൻ മെന്നായിട്ട് പ്രവർത്തിച്ചിരുന്നത് പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു. അവർ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുന്നവരായിരുന്നു. ഇനി അടുത്തത് പറയുന്നത് എന്താ? ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാര് അല്ലെങ്കിൽ നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. അക്കാലത്ത് ഡോക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ന് പറയുന്നത് ഭരണവർഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരുമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് temples or hospitals were also meeting places. എന്തുകൊണ്ടാണത്? കാരണം നമുക്കറിയാം അവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ടെമ്പിൾസ് ആയിരുന്നു. അവിടെ ഡോക്ടേഴ്സ് ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹോസ്പിറ്റൽ ആയിട്ടൊരു സ്ഥാപനമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവരുടെ ടെമ്പിൾസ് ആയിരുന്നു അവരിങ്ങനെയുള്ള മീറ്റിംഗ് പ്ലേസസിന് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. വേഗം ആ ഒരു ഫസ്റ്റ് ഭാഗമായ ഇൻട്രഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെടുത്ത് ചോദിക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഒരു 5 ഹോസ്പിറ്റൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു 5 കാലഘട്ടം. ആ 5 കാലഘട്ടത്തിലെ ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ പറയുന്ന 5 ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. കേട്ടിട്ടുണ്ടോ ഈ പേര്? മെസ്സൊപ്പൊട്ടേമിയ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടാണോ അല്ലെ? ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ ഇവിടെ ആദ്യത്തെ പോയിന്റിൽ തന്നെ പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 എണ്ണത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് നിന്ന് ചോദ്യം വരാവുന്ന ഒരു പാട്ടും കൂടിയാണ് കേട്ടോ. നോക്കിയേ, മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഏഷ്യ, അതായത് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെസ്സപ്പൊട്ടേമിയയിലാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അല്ലെ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ്, ഒരു സംഘടിത ജീവി അല്ലെങ്കിൽ ഒരു സംഘടിതമായ നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷ
പ്രത്യക്ഷപ്പെട്ടത് 4000 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായ മെസ്സൊപ്പൊട്ടേമിയയിൽ നിന്നാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ ആദ്യമായിട്ട് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പ്രത്യക്ഷപ്പെട്ട ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതിന്റെ ആൻസർ? ഏതാണ്? ആദ്യമായി മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഫസ്റ്റ് അപ്പിയർ ചെയ്ത അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട ഇടം അല്ലെങ്കിൽ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? മെസ്സൊപ്പൊട്ടേമിയ, സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശം, ആൻഷ്യന്റ് റീജിയൻ എന്ന് പറഞ്ഞ പുരാതന പ്രദേശം എന്നാണ്. ആ പുരാതന പ്രദേശത്ത് 4000 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് വൈദ്യശാസ്ത്രം എന്ത് ചെയ്തത്? പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ഡൗട്ട്? ഓക്കെ മിസ്, ഈ ഒരു 5 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണേ, ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എവിടെയാണ് ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഏതാണ്? മെസ്സൊപ്പൊട്ടേമിയ. രണ്ടാമത് ഹമ്മുറാബിസ് കോഡ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഹമ്മുറാബി എന്ന് പറയുന്ന ഒരു രാജാവിനെ കേട്ടിട്ടുണ്ടോ? അതും ചിലപ്പോ നിങ്ങൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കേട്ട് കാണും. അത്ര വലിയ ഫെമിലിയർ ആയില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഹമ്മുറാബിസ് കോഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹമ്മുറാബിസ് കോഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1728 to 1686 BC കാലഘട്ടം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അതായത് ഈ മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തില് അന്നാളിലെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു റൂൾ അല്ലെങ്കിൽ നിയമമാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഈ ഹമ്മുറാബിസ് കോഡ് അല്ലെങ്കിൽ ഹമ്മുറാബി എന്ന് പറയുന്നത് മെസ്സൊപ്പൊട്ടേമിയയിലെ ഒരു പുരാതന പ്രദേശമാണ് ബാബിലോൺ. മെസ്സൊപ്പൊട്ടേമിയയിലെ ഒരു പുരാതന പ്രദേശമാണ് ബാബിലോൺ. ആ ബാബിലോണിലെ രാജാവാണ് ഹമ്മുറാബി എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ ഹമ്മുറാബി രാജാവ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് കുറച്ച് നിയമാവലികൾ തയ്യാറാക്കി, ഒരു നിയമസംഹിത തയ്യാറാക്കുകയുണ്ടായിരുന്നു. ആ നിയമസംഹിതയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അക്കാലത്തെ എന്താണ് ശിക്ഷയ്ക്കുള്ള പിഴകള് അല്ലെങ്കിൽ എന്തൊക്കെ ശിക്ഷ, ഓരോ എന്താണ് തെറ്റുകൾ ചെയ്താൽ അതിന്റെ ശിക്ഷ എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്, എന്തൊക്കെ പിഴകളായിരിക്കണം അവർക്ക് ചുമത്തേണ്ടത്. അതുപോലെ തന്നെ അക്കാലത്ത് ആ റൂളായിരുന്നു എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു നിയമാവലി അല്ലെങ്കിൽ ഹമ്മുറാബി അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ നിയമസംഹിത. അപ്പൊ ഈ ഒരു നിയമസംഹിതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരം ഈ ഒരു നിയമസംഹിതയിൽ ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹമ്മുറാബിയുടെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു കോഡ് എന്നുള്ളതാണ് മിസ് പറയുന്നത്. ആ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അതിന് നോട്ട്സോ കാര്യങ്ങളൊന്നും വേണ്ട, അതെന്താണെന്നൊന്നും ചോദിക്കുകയില്ല കേട്ടോ. ഹമ്മുറാബി കോഡ് ആയിരുന്നു അന്നത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പോലും നമുക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഹമ്മുറാബിസ് കോഡ് അല്ലെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ ഈ നിയമസംഹിത എന്ന് പറയുന്നത്, ഈ ഹമ്മുറാബി ആരായിരുന്നു? ബാബിലോൺ എന്ന് പറയുന്ന മെസ്സൊപ്പൊട്ടേമിയയിലെ തന്നെ ഒരു പുരാതന പ്രദേശമായ ബാബിലോണിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് വേണ്ടി ഒരു നിയമാവലി അല്ലെങ്കിൽ ഒരു നിയമസംഹിത തയ്യാറാക്കുകയുണ്ടായി. അതിന് പറയുന്ന പോലെ ഓരോ തെറ്റുകൾക്കും അതിൻ്റെതായ ശിക്ഷയും പിഴകളും ഒക്കെ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യമായ ഒരു അവസരം കൊണ്ടുവന്ന ഒരു നിയമം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഹമ്മുറാബിസിന്റെ ഈ നിയമസംഹിത എന്ന് പറയുന്നത്. അപ്പൊ അന്നാളില് ഡോക്ടേഴ്സിന് മറ്റ് നിയമങ്ങളോ കാര്യങ്ങളോ റൂൾസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഡോക്ടേഴ്സ് അന്നാളിലെ ഡോക്ടേഴ്സിന്റെ പരിശീലനത്തിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി അവർ ഈ ഹമ്മുറാബിയുടെ ഈ നിയമസംഹിത അല്ലെങ്കിൽ ഹമ്മുറാബിസ് കോഡ് തന്നെയാണ് അവരും ഉപയോഗിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumerian ancient Babylon. ആ പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരാറില്ലേ?
ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതാണ് മിസ് പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോട്ടായിട്ടൊന്നും എഴുതണ്ട, അതൊന്നും ചോദിക്കില്ല. ഹുമുറാബി കോഡ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൽ, ആരാണ് അത് തയ്യാറാക്കിയതെന്നോ ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ നോട്ടൊന്നും എഴുതി വെക്കണം എന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഏതായിരുന്നു ആ ഡോക്ടേഴ്സിന്റെ മെസ്സപ്പൊട്ടേമിയൻ കാലഘട്ടത്തില് ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റൂൾ അല്ലെങ്കിൽ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ ഏതാണ് നിയമം? ഹുമുറാബിസ് കോഡ് ആണ് കേട്ടോ. അല്ലാതെ നോട്ടായിട്ടൊന്നും എഴുതണം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മിസ് പറയുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? ഒത്തിരി നോട്ട് ചെയ്ത് നമ്മുടെ ടൈം കളയേണ്ട കാര്യമില്ല. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും വരില്ല, ഈ ഒരു നോട്ട്സിലുള്ളത് മാത്രമേ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് പറയുമ്പോ തന്നെ ഒന്ന് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? ആരാണ്, അത് എന്തിനു വേണ്ടി തയ്യാറാക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? അത് മതി കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അടുത്ത നോട്ട് പോവാം. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. നമ്മുടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാറില്ലേ? ഡോക്ടർ കുറിപ്പടി എഴുതി തരാറില്ലേ? ഇന്ന മെഡിസിൻസ് നിങ്ങൾ ഇത്ര ദിവസത്തേക്ക് ഇത്ര സമയത്ത് ഇത്ര എണ്ണം കഴിക്കണം എന്ന് പറഞ്ഞ മെഡിസിൻസ് പ്രിസ്ക്രൈബ് എഴുതി തരാറില്ലേ പ്രിസ്ക്രിപ്ഷൻസ്? അതുപോലെ അക്കാലത്ത് നമ്മൾ പറഞ്ഞു മെസ്സപ്പൊട്ടേമിയയിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം നിലവിൽ വരുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. അപ്പോ അന്നേരത്തെ ആദ്യത്തെ ഒരു കുറിപ്പടി എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. ആദ്യമായിട്ട് ഒരു ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് റെക്കോർഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ആദ്യമായി രേഖപ്പെടുത്തിയ ഒരു കുറിപ്പടി അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. ബാബിലോൺ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന പ്രദേശമാണ് അല്ലെ. ആ മെസ്സപ്പൊട്ടേമിയയിലെ പുരാതന പ്രദേശമായ ബാബിലോണിലെ ഒരു സ്ഥലമാണ് സുമർ എന്ന് പറയുന്നത്. ഒരു പേരാണ്, ഒരു സ്ഥലപ്പേരാണ് കേട്ടോ സുമർ എന്ന് പറയുന്നത്. ആ സുമറിൽ നിന്നുമാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ രേഖപ്പെടുത്തിയ കുറിപ്പടി വരുന്നത്. അപ്പൊ നമുക്ക് ആ മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റല് ഒന്നുകൂടി നോക്കാം കേട്ടോ. മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റല് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഓൾമോസ്റ്റ് ഒക്കെ പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിലെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 4000 വർഷങ്ങൾക്ക് മുൻപ് മെസ്സപ്പൊട്ടേമിയ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായ മെസ്സപ്പൊട്ടേമിയയിലാണ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇനി അക്കാലത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റൂൾ അല്ലെങ്കിൽ നിയമമാണ് ഹുമുറാബിസ് കോഡ്. ഓക്കെ ആണല്ലോ. ദെൻ ആദ്യമായിട്ട് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തിയ കുറിപ്പടി വന്നത് എവിടെ നിന്നാണ്? പുരാതന പ്രദേശമായ ബാബിലോണിലെ സുമറിൽ നിന്നുമാണ്. ക്ലിയർ ആണോ? ആ 3 പോയിന്റ്സും കിട്ടിയോ? ഓക്കെ. Then second one ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. അടുത്ത ഹോസ്പിറ്റൽസിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ഗ്രീക്ക് കാലഘട്ടത്തില് അല്ലെങ്കിൽ ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ എന്താണ്? The period 460 to 136 BC കാലഘട്ടമാണ്. അവിടെ ഒരു ഹൈഫൻ ഇട്ടേക്ക് കേട്ടോ. 460 to 136 BC കാലഘട്ടത്തില് ഗ്രീക്ക് ഹോസ്പിറ്റലുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Okay, treatment was based on magic, religious rituals. എന്താണ് മാജിക് എന്ന് പറയുന്നത്? മന്ത്രവാദം അല്ലെ. മന്ത്രവാദപരം. ഇവിടെ മാജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രവാദപരമായിട്ടുള്ളത്. റിലീജിയസ് റിച്വൽസ്, മതപരമായ ആചാരങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതപരമായ ആചാരങ്ങളും മന്ത്രവാദങ്ങളിലൂടെയായിരുന്നു അവിടുത്തെ, അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചായിരുന്നു അവിടെ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങളും പൂജകളോ അല്ലെങ്കിൽ മന്ത്രവാദങ്ങളോ ഒക്കെ ചെയ്തായിരുന്നു അവർ അന്നാളിൽ അതിനെ എന്ത് ചെയ്തിരുന്നത്? മാറ്റിയിരുന്നത്. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് നോക്കി, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ കാലഘട്ടം 460 to 370 BC കാലഘട്ടം. ഹിപ്പോക്രാറ്റസ് കേട്ടിട്ടുണ്ടോ ആ പേര്? ഓക്കെ, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. He is the father of medicine. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് ഫാദർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് അദ്ദേഹം? ഹിപ്പോക്രാറ്റസ് ആണ്. He used logical and non-religious approach to medicine. അദ്ദേഹം ഒരു യുക്തിപരമാണ് അല്ലെ, യുനാനിയുടെ പിതാവാണ്. ഓക്കെ, അത് പഠിച്ചോ? ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ?
ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിയേ, ഹിപ്പോക്രാറ്റസ് അദ്ദേഹത്തിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം? അല്ലെ, വെറുതെ ഒരു കാരണമില്ലാതെ അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയോ? ഇല്ല, അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതെന്താണ് മിസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞേ? അവിടെ പലതരത്തിലുള്ള മതപരമായ ആചാരങ്ങളും മന്ത്രവാദങ്ങളിലും ഒക്കെ അതിനെ ആശ്രയിച്ചാണ് അവിടെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സ നടന്നുകൊണ്ടിരുന്നത്, അല്ലെ. അപ്പൊ അവരുടെ ആ ഗ്രീക്കുകാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും രോഗങ്ങൾ വരുന്നത് അവരുടെ ദേവന്മാരുടെ കോപം മൂലമാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. അന്നാളിലെ അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അവർക്ക് ഒരു രോഗം വന്നാൽ, ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നാല് അത് അവരുടെ ദേവന്മാരുടെ കോപം മൂലമാണ് എന്നൊരു അന്ധവിശ്വാസം അവരിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അദ്ദേഹം അവിടെ ഗ്രീസിൽ ഒരു വൈദ്യ സ്ഥാപനം എന്ത് ചെയ്തു ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒത്തിരി കണ്ടെത്തലുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഈ ഗ്രീസുകാരുടെ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു രോഗം വരുന്നത് ഒരു ദൈവത്തിന്റെയോ കോപം മൂലമല്ല, മറിച്ച് എങ്ങനെയാണ് അവരുടെ പാരിസ്ഥിതികമായ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണക്രമങ്ങളിൽ നിന്ന് അതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഒരു രോഗം വരാൻ കാരണമാകുന്നത് എന്നാണ് ഇദ്ദേഹം സ്വയമേ വിചാരിച്ചിരുന്നതും അതിനുവേണ്ടി അത് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ആ നോൺ റിലീജിയസ് അപ്രോച്ച് എന്ന് പറയുന്നത് മതപരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം ആദ്യമായിട്ട് നമ്മുടെ മെഡിസിനൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വൈദ്യ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുകയും അദ്ദേഹം മതത്തെയും വൈദ്യത്തെയും രണ്ടായിട്ടാണ് കണ്ടത്, രണ്ടും വേർതിരിച്ചു. അത് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം അന്നേരം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മെഡിസിനൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഹിപ്പോക്രാറ്റസ് എന്താന്നുള്ളത്? ഒരു ഐഡിയ കിട്ടിയോ? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് എന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീക്ക് ഹോസ്പിറ്റൽ. ആകെ 2 പോയിന്റ്സ് ആണ് പ്രധാനമായും നിങ്ങൾ നോക്കേണ്ടത്. അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ ആദ്യകാലത്ത് ഗ്രീസിലെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചായിരുന്നു? മന്ത്രവാദത്തെയും അതുപോലെ റിലീജിയസ് റിച്വൽസ് അല്ലെ, മതപരമായ ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഈ മെഡിസിനൽ ഫീൽഡിലേക്ക് ഒരു യുക്തിപരവും അതുപോലെ മതപരമല്ലാത്തതുമായ ഒരു സമീപനം കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നതും. ക്ലിയർ അല്ലേ? ഗ്രീക്ക് ഹോസ്പിറ്റൽ കാലഘട്ടം ഓക്കെ ആണോ? നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. റോമൻ ഹോസ്പിറ്റൽ നോക്കിയേ. റോമൻ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത, by 1st century BC the Roman was the first to make institutional the care of the sick and the injured. ഇപ്പൊ പരിക്കേറ്റവരോ അല്ലെങ്കിൽ രോഗബാധിതരോ ആയിട്ടുള്ള ആളുകൾക്ക് ആളുകൾക്ക് ഒരു സ്ഥാപനം വേണം ശരിക്കും അല്ലെ. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അല്ലെ. അക്കാലത്ത് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ഇത്രയും നാള് പറഞ്ഞ എന്താ? ടെമ്പിൾസ് മുതലായിട്ടുള്ള അങ്ങനെയുള്ള മതപരമായ ഇടങ്ങളായിരുന്നു ശരിക്കും അവിടെ മീറ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ റോമൻ ഹോസ്പിറ്റലിൽ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് കാലത്ത് ഈ റോമൻ, അതായത് ബൈ 1st century BC-യോടെ ഈ റോമൻകാരാണ് ആദ്യമായൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് വെച്ചാൽ സ്ഥാപനവൽക്കരിച്ച പരിചരണം അല്ലെ. അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഒരു പരിക്കേറ്റവരോ അല്ലെങ്കിൽ രോഗബാധിതരോ ആയവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം വേണം അല്ലെ. ഒരു സ്ഥാപനം വേണമെന്ന ഒരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് സ്ഥാപനം കൊണ്ടുവന്നത് ആരാണ്? റോമൻ ഹോസ്പിറ്റലുകളാണ്. ആൻഡ് ഓർഗനൈസ്ഡ്
മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. ഇനി എന്താ, ആരാണ് മിലിറ്ററി എന്ന് പറയുന്നത്? സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികൾ അല്ലെ. ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികൾ മുതലായ ആശുപത്രികൾ ഈ റോമൻ ഹോസ്പിറ്റൽ കാലഘട്ടത്തിൽ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റോമൻ ഹോസ്പിറ്റൽ കാലഘട്ടത്തില് പ്രധാനമായിട്ടും 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും നാളും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സ്ഥാപനം, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഫസ്റ്റ് സെഞ്ചുറി BC-യോടെ ഇവരാണ് അവിടെ രോഗബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു സ്ഥാപനം വേണമെന്ന് എന്ത് ചെയ്തത്? ചിന്തിച്ചതും അത് നടപ്പിലാക്കിയതും. അക്കാലഘട്ടത്തിൽ തന്നെയാണ് മിലിറ്ററി, സൈനികർക്കും സ്ലേവ് അടിമകൾക്കും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ആശുപത്രികളും അക്കാലത്ത് നിലനിന്നിരുന്നു. അപ്പൊ ചോദിക്കാം, ആരാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്? ഏത് ഹോസ്പിറ്റലുകളാണ്? റോമൻ ഹോസ്പിറ്റലുകളാണെന്ന് ചോദിക്കാം കേട്ടോ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കാലഘട്ടം റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടമാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരാവുന്നത്. ക്ലിയർ അല്ലേ? റോമൻ ഹോസ്പിറ്റല് ഓക്കെ ആണോ? ഓക്കെ. ഫോർത്ത് വൺ ആണ് അറബിക് ഹോസ്പിറ്റൽ. അറബിക് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താ നോക്കി? ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ വെയർ നോൺ മാച്ച് ഫോർ ദ നമ്പർ, ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ് ഓഫ് ദ അറബിക് ഹോസ്പിറ്റൽ. ഇവിടെ അറബിക് ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒത്തിരി ഹോസ്പിറ്റലുകൾ നമ്മളിപ്പോ 3 ഡിപ്പാർട്ട്മെന്റ് പോലെ 3 വിഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. എന്നാൽ അറബിക് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത ചില റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ആണെങ്കിലും ഈ പറയുന്ന മറ്റൊരു ഹോസ്പിറ്റലുകളും ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും നമ്പറിലോ അതിന്റെ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ മികവിനോടോ ഒരിക്കലും സമാനമായില്ല. എന്ന് വെച്ചാൽ എന്താ? അറബിക് ഹോസ്പിറ്റലുകളുടെ നമ്പറിൽ ഏറ്റവും ഉയർന്നു നിന്നത് അറബിക് ഹോസ്പിറ്റൽ ആയിരുന്നു. അക്കാലഘട്ടത്തില് ആ ഒരു ഹോസ്പിറ്റലുകളുടെ ഓർഗനൈസേഷൻ, അതുപോലെ അവിടുത്തെ എക്സലൻസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളുടെ മികവ് മുതലായവയോടൊന്നും മറ്റു ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സമാനമാവാൻ സാധിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പല ഹോസ്പിറ്റലും നമുക്കാലുണ്ട്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളുണ്ട്, ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ അക്കാലത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. എന്നാൽ പോലും ഈ ഒരു അറബിക് ഹോസ്പിറ്റലിനോട് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സമാനമാവാൻ സാധിച്ചില്ല. കാരണം എന്താ? അറബിക് ഹോസ്പിറ്റൽ അത്രയധികം നമ്പേഴ്സ് കൂടുതലുണ്ടായിരുന്നു, അത്രയധികം ഓർഗനൈസേഷൻ അതിന് മികച്ചതായിരുന്നു, അത്രയധികം മികച്ച എക്സലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അറബിക് ഹോസ്പിറ്റൽ അന്നാളിൽ കൊടുത്തിരുന്നത്. ക്ലിയർ ആണോ? അറബിക് ഹോസ്പിറ്റൽ എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ അല്ലെ. നോക്കിയേ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഷോ ദാറ്റ് efficient hospital were built in India by 600 BC. 600 BC കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ, അതായത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ, നമ്മുടെ ചരിത്രപരമായ രേഖകള് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ഹോസ്പിറ്റൽ, ഒരു കാര്യക്ഷമമായ ഒരു ആശുപത്രി നിലനിന്നത് വന്നത് by 600 BC-യോട് കൂടിയാണ്. 600 BC കാലഘട്ടത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫലപ്രദമായ ഒരു ആശുപത്രി നിലവിൽ വന്നത്. ഡ്യൂറിംഗ് ദ gorgeous reign of King Ashoka. കേട്ടിട്ടുണ്ടോ? അശോക ചക്രവർത്തി കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോ കേട്ടതാണോ അല്ലെ? അശോക ചക്രവർത്തി അല്ലെ, അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 273 to 232 BC. അദ്ദേഹത്തിന്, അതായത് കിങ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടം അല്ലെ, ഭരണ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റൽ എങ്ങനെ കാണപ്പെടാൻ തുടങ്ങി എന്നാ പറയുന്നേ? മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. ആരുടെ ഭരണകാലത്താണ്? അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത്. And they followed principles of sanitation and
സിസേറിയൻ സെക്ഷൻസ് വെയർ ഓപ്പറേറ്റഡ്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ മോഡേൺ ഹോസ്പിറ്റൽ പോലെ കാണപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ അവിടെ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് അല്ലെ, ശുചിത്വം അല്ലെങ്കിൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ശുചിത്വ തത്വങ്ങൾ പാലിക്കാനും അതുപോലെ സിസേറിയൻ സെക്ഷൻസ്, സി സെക്ഷൻ ഓപ്പറേഷൻസ് കേട്ടിട്ടില്ലേ അല്ലെ, നമ്മുടെ ഡെലിവറിക്ക് കഴിഞ്ഞ് വരുന്ന ഡെലിവറിയുടെ സമയത്ത് സി സെക്ഷൻ ഓപ്പറേഷൻ, സിസേറിയൻ ഓപ്പറേഷൻസ് അല്ലെ, ഇങ്ങനെയുള്ള മുതലായ ഒത്തിരി കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകളിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. And the physicians were appointed one for every 10 villages to serve the hospital healthcare needs of the population, and the regional hospital for the infirm and the destitute were built by Buddha. ഇനി എന്താ പറയുന്നത്, ഈ ഇന്ത്യൻ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന് നമ്മുടെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടം പറഞ്ഞു. അത് കഴിഞ്ഞ് പറയുന്നത് ഫിസിഷ്യൻസ് വെയർ അപ്പോയിന്റഡ്, ഫിസിഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? 1 for every 10 villages, ഓരോ 10 വില്ലേജുകൾക്കും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ. അന്നേരം അന്നുള്ള ഒരുപാട് ഫിസിഷ്യനൊന്നും നമുക്ക് ഇടാൻ പരിമിതമാണ് അല്ലെ, കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടാവുള്ളൂ, ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ആ പോപ്പുലേഷൻ അനുസരിച്ച് 10 വില്ലേജുകൾക്ക് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടത്തി. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ടു സർവ് ദി ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ, ആ ജനസമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഹെൽത്ത് കെയർ നീഡ്സ്, ആരോഗ്യപരമായ ആവശ്യകതകൾ നേടുന്നതിന് വേണ്ടി അല്ലെ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റി നൽകുന്നതിന് വേണ്ടി. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വെർ ബിൽഡ് ബൈ ബുദ്ധ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. റീജിയണൽ ഹോസ്പിറ്റൽ, പ്രാദേശിക ആശുപത്രികൾ. ആരാണ് ഈ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചത്? ബുദ്ധ. കേട്ടിട്ടുണ്ടോ? ബുദ്ധയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടാവില്ലേ? അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളതിനേക്കാളും ഡീറ്റെയിൽ ആ പേരെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ബുദ്ധ അദ്ദേഹം അന്നേരം എന്താണ് റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികൾ നിർമ്മിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇൻഫേം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്. എന്ന് വെച്ചാൽ എന്താ? നിരാലംബരായവർക്ക്, അതുപോലെ ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികൾക്ക് അല്ലെ, അല്ലെങ്കിൽ ബലഹീനരായവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം അവർക്ക് എന്താണ് ആരോഗ്യപരമായിട്ട് വളരെ വീക്കായിട്ടുള്ള ആളുകളാണ് അല്ലെ, നിരാലംബരായ ദുർബലരായിട്ടുള്ളവര് അല്ലെങ്കിൽ അഗതികള് മുതലായ ആളുകൾക്ക് വേണ്ടി ബുദ്ധൻ നിർമ്മിച്ച ഈ പ്രാദേശിക ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നോക്കി നടത്താനും, അതുപോലെ നമ്മുടെ വില്ലേജുകൾ 10 വില്ലേജുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുവല്ലോ, ആ 10 വില്ലേജിലെയും പോപ്പുലേഷനിലെ ആളുകളുടെ എന്താണ് ആരോഗ്യകരമായ കാര്യങ്ങൾ നോക്കി നടത്താനും വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജുകൾക്കും കൂടി ഒരു ഫിസിഷ്യനെ അക്കാലത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഹോസ്പിറ്റലില് വളരെ കാര്യക്ഷമമായ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവാൻ തുടങ്ങിയ കാലഘട്ടം ചരിത്രപരമായി നോക്കുമ്പോൾ 600 BC കാലഘട്ടത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ കിങ് അശോക അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകള് മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. അതുപോലെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അതുപോലെ സി സെക്ഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസും ഫോളോ ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഫിസിഷ്യൻസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ 10 വില്ലേജുകൾക്കും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ. എന്തിനു വേണ്ടിയൊക്കെയാണ്? ആ പറയുന്ന വില്ലേജുകളിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികൾ അല്ലെ, അഗതികൾക്കും ദുർബലരായവർക്കും വേണ്ടി ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയുമാണ് ഈ ഒരു ഫിസിഷ്യനെ 10 വില്ലേജുകൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്താന്നുള്ളത്? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാട്ടോ, ശ്രദ്ധിക്കുക. നമ്മള് ഫസ്റ്റ് തുടങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ചിലർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യസമയത്ത് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഒരു ആദ്യ കാലഘട്ടം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ആദ്യ കാലഘട്ടത്തില്
ഫസ്റ്റ് പറയുന്നത് ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും അംഗീകരിച്ചിരുന്നത് മതപരമായ ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു. അവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് ആരാണ്? പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു. അവര് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം പരിപാലിക്കുന്ന ആളുകൾ കൂടിയായിരുന്നു. ഇനി ഇവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പിൾസ് ആയിരുന്നു. അതുപോലെ അവർ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണവർഗത്തിൽപ്പെട്ടവരും നല്ലൊരു ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായിരുന്നു. അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞത്. നമ്മൾ ഒരു 5 ഹോസ്പിറ്റൽ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് വൺ മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണ്. അവിടെ എന്താ പറഞ്ഞത്? മെസൊപ്പൊട്ടേമിയ അതായത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമായ മെസൊപ്പൊട്ടേമിയയിലാണ് ആദ്യമായിട്ട് മെഡിസിൻ എന്ത് ചെയ്തത്? പ്രത്യക്ഷപ്പെട്ടത്. സ്റ്റഡി മെറ്റീരിയൽസ് എപ്പോ വാങ്ങാൻ പറ്റുന്നോ? നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റുഡൻസ് ടീമുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാമോ? ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ കിട്ടും. അല്ലാത്തവരാണ് മേടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓർഡർ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ സ്റ്റുഡൻസ് ടീമുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹുമുറാബീസ് കോഡ് അല്ലെ. അന്നേരം അവിടുത്തെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിരുന്നു ഹുമുറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് എവിടെ നിന്നാണ്? സുമറിൽ നിന്നുമാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോ അവിടെ ട്രീറ്റ്മെന്റുകൾ എന്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു? മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ് അല്ലെ, മന്ത്രവാദവും മതപരമായ ആചാരങ്ങളുമായിട്ടായിരുന്നു. ഇനി അക്കാലത്തെ ഒരു പ്രശസ്തനായ വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഒരു ലോജിക്കൽ ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ളതും മതപരമല്ലാത്തതുമായ ഒരു സമീപനം മെഡിസിനൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് റോമൻ ഹോസ്പിറ്റൽ ആയിരുന്നു. റോമൻ ഹോസ്പിറ്റൽ ആണ് ആദ്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം രോഗബാധിതരായവരോ പരിക്കേറ്റവർക്കോ നൽകാനായിട്ട് ആരംഭിച്ചത്. അക്കാലഘട്ടത്തിൽ തന്നെ അവിടെ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസും നിലനിന്നിരുന്നു. അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും നമ്പറിനോടോ ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ മികവിനോടോ മറ്റൊരു ഹോസ്പിറ്റലുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സമാനമാവാൻ സാധിച്ചില്ല. മറ്റു ഹോസ്പിറ്റലൊക്കെ ഇവരുടെ താഴെയായിരുന്നു. അത്രയും മികച്ചതായിട്ട് ഈ അറബിക് ഹോസ്പിറ്റൽ അത്രയും മികച്ചതാവാനായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും മികച്ചതാവാനായിട്ട് മറ്റു ഹോസ്പിറ്റലുകൾക്ക് സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ ഹോസ്പിറ്റൽ വരുമ്പോ അവിടെ 600 BC കാലഘട്ടത്തോടു കൂടിയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ കാണപ്പെടാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ആരുടെ കാലഘട്ടത്തിലാണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ മോഡേൺ ഹോസ്പിറ്റലിനെ പോലെ കാണാൻ തുടങ്ങി. അവിടെ എന്താണ്? സാനിറ്റേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങൾ പാലിക്കാൻ തുടങ്ങി. സിസേറിയൻ ഓപ്പറേഷൻസ് ഫോളോ ചെയ്യാനായിട്ടും ആരംഭിച്ചു. പിന്നെ എന്താ പറയുന്നത്? ഓരോ 10 വില്ലേജുകൾക്കും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിരുന്നു. അതെന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന വില്ലേജുകളിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ബുദ്ധൻ നിർമ്മിച്ച അഗതികൾക്കും ദുർബലരായവർക്കും വേണ്ടി ബുദ്ധൻ നിർമ്മിച്ച പ്രാദേശിക ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടും വേണ്ടിയാണ് ഈ 10 വില്ലേജുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അപ്പോയിന്റ്മെന്റ് നടത്തിയത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് എറ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് കാലഘട്ടം ഒക്കെ ആണല്ലോ. നെക്സ്റ്റ് പൊക്കോട്ടെ മിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ്, മധ്യകാലഘട്ടം അല്ലെ. ആദ്യ കാലഘട്ടം നമ്മൾ പറഞ്ഞു. ഇനി മധ്യകാലഘട്ടത്തിലേക്ക് വരാണ്. 500 to 1500 AD കാലഘട്ടം. ഈ മധ്യകാലഘട്ടത്തില് എന്തൊക്കെ പ്രത്യേകതകളാണ്? വളരെ ചെറിയൊരു കാലഘട്ടമാണ്. ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഫോർ ദ ഫോളോയിങ് റീസൺ. ഇനി എന്താ? മിഡിൽ ഏജില് ഈ മധ്യകാലഘട്ടത്തില് ഏറ്റവും കൂടുതലായിട്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചു കണ്ടത് യൂറോപ്പിലായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ യൂറോപ്പിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻസ് പെട്ടെന്ന് വർദ്ധിക്കാനുണ്ടായ കുറച്ച് റീസൺസ് ആണ് താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പോപ്പ് ഇന്നസെന്റ് III. കേട്ടിട്ടുണ്ടോ? ആരാണ് പോപ്പ് എന്ന് പറയുന്നത്? ആരാണ് പോപ്പ്? കേട്ടിട്ടില്ലേ?
പോപ്പ് ഇന്നസെന്റ് III മാർപ്പാപ്പ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? അതെ, മാർപ്പാപ്പ എന്ന് നമ്മൾ പറയും അല്ലെ, ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത വ്യക്തിയാണ് അല്ലെ. അപ്പൊ നോക്കിയേ, പോപ്പ് ഇന്നസെന്റ് III in 1998 advised and persuaded wealthy Christian to build hospital in every town. ഈ പോപ്പ് ഇന്നസെന്റ് III അല്ലെങ്കിൽ ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 അവിടുത്തെ വെൽത്തി ക്രിസ്ത്യൻസിനോട് അല്ലെങ്കിൽ സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനായിട്ട് അഡ്വൈസ് ചെയ്തു, ഉപദേശിക്കുകയും പെർസ്വേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രേരിപ്പിക്കുകയും ചെയ്തു. അതൊരു കാരണമാണ് കേട്ടോ. അതായത് മിഡിൽ ഏജില് അക്കാലത്ത് യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? അങ്ങനെ പെട്ടെന്ന് ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലെ. ആ കാരണമാണ് നമ്മൾ ഇവിടെ രണ്ടെണ്ണമായിട്ട് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് പോപ്പ് ഇന്നസെന്റ് III അല്ലെങ്കിൽ ഇന്നസെന്റ് III മാർപ്പാപ്പ 1198 കാലഘട്ടത്തോടു കൂടി അവിടത്തെ അന്നാളിലുണ്ടായിരുന്ന വെൽത്തി ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സമ്പന്നരായ ക്രിസ്ത്യാനികളോട് അവിടെയുള്ള ഓരോ പട്ടണങ്ങളിലും എന്ത് ആശുപത്രികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകള് സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ട് അവരെ അഡ്വൈസ് ചെയ്ത് അവരെ ഉപദേശിക്കുകയും പെർസ്വേഡ് എന്താ പ്രേരിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? അങ്ങനെ പ്രേരിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും വെൽത്തി ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സമ്പന്ന ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ഓരോ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ക്ലിയർ അല്ലേ? ഫസ്റ്റ് റീസൺ. Then second one ആണ് increase revenues were made available from the commerce with the crusaders. ക്രുസൈഡ് അല്ലെങ്കിൽ കുരിശ് യുദ്ധക്കാരൻ. കേട്ടിട്ടുണ്ടോ? അതും ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ക്രുസൈഡേഴ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധക്കാര്. ഈ പറയുന്ന കുരിശ് യുദ്ധക്കാരുമായ ബന്ധപ്പെട്ടുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നാണ് കൊമേഴ്സ് ഫ്രം ദ വിത്ത് ദ ക്രുസൈഡേഴ്സ്. ക്രുസൈഡേഴ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധക്കാരുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കുകയുണ്ടായി. ഇങ്ങനെ വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കുന്നപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും വരുമാനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. ഇൻ കോൺട്രാക്ട് അതേസമയം ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ്, ഈ സെയിം കാലഘട്ടത്തിൽ കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വാസ് പ്രസ്ഡ് ഫോർവേഡ് ബൈ ദ റൂൾ ആൻഡ് ക്രൂസൈഡേഴ്സ്. എന്ത് ചെയ്യുന്നു? ഇൻ കോൺട്രാസ്റ്റ് ഇതേ കാലഘട്ടത്തിൽ അവിടെ ഏഷ്യയിലും ആഫ്രിക്കയിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള വളരെ കാര്യക്ഷമമായ ആശുപത്രികൾ നിർമ്മിക്കാനായിട്ട് ആര് ഫോർവേഡ് ചെയ്തു എന്നാ പറയുന്നത്? അവിടുത്തെ ഭരണവർഗക്കാരും ഈ കുരിശ് യുദ്ധക്കാരും അതിനെ ഫോർവേഡ് ചെയ്തതിൽ പ്രസ് ഫോർവേഡ് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തു. രണ്ട് കാരണങ്ങളാണ് യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ മിഡിൽ ഏജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വർദ്ധിക്കാനുണ്ടായ രണ്ട് കാരണങ്ങള്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണ്? ഇന്നസെന്റ് III മാർപ്പാപ്പ അക്കാലത്തെ സമ്പന്നരായ ക്രിസ്ത്യാനികളോട് ഓരോ പട്ടണങ്ങളിലും എന്ത് നിർമ്മിക്കാൻ? ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനായിട്ട് അവരെ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഇങ്ങനെയുള്ള ക്രുസൈഡേഴ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധക്കാരുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നും വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതേസമയം തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും വളരെ ഫലപ്രദമായ ആശുപത്രികൾ നിർമ്മിക്കാനായിട്ട് അക്കാലത്തെ അവിടുത്തെ ഭരണകൂടവും ക്രുസൈഡേഴ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധക്കാരും ഫോഴ്സ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആണോ? രണ്ട് റീസൺസ്, മിഡിൽ ഏജിലെ രണ്ട് റീസൺസും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് അടുത്തൊരു കാലഘട്ടമാണ് റിനൈസൻസ് ഏജ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാന കാലഘട്ടം അല്ലെ. 1500 to 1700 AD കാലഘട്ടമാണ് റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് അവിടെ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. നോക്കിയേ, the Renaissance period lasted from the 14th to 16th centuries. ഈ ഒരു റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് 14th century മുതൽ 16th century വരെയാണ് നീണ്ടു നിന്നത്. And towards the end of the 15th century, ഇവിടെ 15th centuryയുടെ അവസാനമായപ്പോഴേക്കും many cities and towns supported some kind of institutional care. പല സിറ്റികളിൽ പല പട്ടണങ്ങളും നഗരങ്ങളും എന്ത് ചെയ്തു?
രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, ഒരു സ്ഥാപനപരമായിട്ടുള്ള ആരോഗ്യ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് സിറ്റിയും ടൗണുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തതോടുകൂടി നമ്മുടെ ഹോസ്പിറ്റലിന്റെ നമ്പർ എന്ത് ചെയ്തു? ഒത്തിരി വർദ്ധിക്കാനുള്ളൊരു കാരണമായി. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റൽസ് വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തെ റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്, നവോത്ഥാന കാലഘട്ടം. അതായത് പണ്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലുകളിൽ നിന്ന് ഒത്തിരി നമ്പർ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു? ഒത്തിരി നമ്പറുകൾ അവർക്ക് അതിന്റെ എന്താണ് ഉദ്ദേശങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ച് പല സിറ്റിയും ടൗണുകളും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ ഇങ്ങനെ ഒരു സ്ഥാപനം വേണം എന്നൊക്കെ മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി ഒത്തിരി ഹോസ്പിറ്റലുകൾ അക്കാലത്ത് ഈ റിനൈസൻസ് പീരീഡ് ആയപ്പോഴേക്കും അക്കാലത്ത് ഒത്തിരി ഹോസ്പിറ്റലുകൾ കൂടുതലായിട്ട് നമ്പർ വർദ്ധിക്കുകയും അതുകൊണ്ടാണ് അവിടെ റിനൈസൻസ് ഏജ് എന്ന് വിളിക്കുന്നത്. റിനൈസൻസ് ഏജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 14th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെയാണ് നീണ്ടുന്നത്. അതിൽ 15th സെഞ്ചുറിയുടെ അവസാനത്തോടുകൂടി പല സിറ്റീസും ടൗൺസും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിനെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി ഒത്തിരി ഹോസ്പിറ്റലുകൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിനെ റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റിനൈസൻസ് ഏജ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് മോഡേൺ പീരീഡ്. നോക്കി, മോഡേൺ പീരീഡിന്റെ കാലഘട്ടം 1750 to 1950 AD ആണ് കേട്ടോ മോഡേൺ പീരീഡ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് അമേരിക്കയിലെ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സംയോജിത ആശുപത്രി. അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റലുകള്, മോഡേൺ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ്? ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ ഉള്ളത്? ആണോ? അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമാണോ അവിടെ ചെയ്യുന്നത്? ആണോ? ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആണോ നമ്മുടെ ഇന്നത്തെ മോഡേൺ ഹോസ്പിറ്റലുകളിലുള്ളത്? അല്ല, അല്ലെ? ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകള് സംയോജിച്ചു കൊണ്ടുള്ള ഹോസ്പിറ്റലുകളാണ്, അല്ലെ? അതാണ് ഇവിടെയും പറയുന്നത്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, അതായത് പല ഡിപ്പാർട്ട്മെന്റുകള്, പല പല സേവനങ്ങൾ ഒരുമിച്ച് സംയോജിച്ചു കൊണ്ടുള്ള അമേരിക്കയിലെ ആദ്യത്തെ ആശുപത്രിയാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ Philadelphia. Then massive government involvement in healthcare began in 1926 with the return of war heroes from World War I. ഇനി എന്താ അവിടുത്തെ ഒരു മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്, അതായത് ഈ ഒരു ഹോസ്പിറ്റൽ മേഖലയിലേക്ക് അവിടുത്തെ നമ്മുടെ ഗവൺമെന്റുകളുടെ ഒരു മാസീവ് ഇൻവോൾവ്മെന്റ്, വലിയ രീതിയിലുള്ളൊരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ഉൾപ്പെടുത്തൽ എങ്ങനെയാണ് വന്നത്? ഇൻ ഹെൽത്ത് കെയർ ബിഗൻ ഇൻ 1926 with the return of war heroes from World War I. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും തിരിച്ചെത്തിയ വാർ ഹീറോസ്, അതിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന സൈനികര്, അല്ലെ? അവരുടെ തിരിച്ചുവരവോടുകൂടി 1926 ഈ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ മേഖലയിലേക്ക് ഈ ഗവൺമെന്റിന്റെ വൻതോതിലുള്ളൊരു കടന്നുവരവ് അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായത്. ഒരു മോഡേൺ പീരീഡിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വണ്ണാണ് അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ സംയോജിത ആശുപത്രി എന്ന് പറയുന്നത് ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. രണ്ടാമത് പറഞ്ഞത് വേൾഡ് വാർ I അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും തിരിച്ചെത്തിയിട്ടുള്ള വാർ ഹീറോസ് അല്ലെങ്കിൽ അവിടുത്തെ സൈനികരുടെ തിരിച്ചുവരവോടുകൂടി 1926 ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഈ പറയുന്ന ആരോഗ്യ മേഖലയിലേക്ക് വന്നത്. ക്ലിയർ ആണോ? മോഡേൺ പീരീഡ് 4 കാലഘട്ടം നമ്മൾ പറഞ്ഞു, അല്ലെ? ഹോസ്പിറ്റൽ ആദ്യ എറ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ മിഡിൽ ഏജ് പറഞ്ഞു, റിനൈസൻസ് ഏജ് പറഞ്ഞു, മോഡേൺ പീരീഡ് പറഞ്ഞു. ഈ 4 കാലഘട്ടവും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. നമ്മള് നെക്സ്റ്റ് ചെറിയ ഭാഗത്തേക്ക് കടക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇതിലേക്ക് കടക്കാണ് ഹോസ്പിറ്റൽ എവല്യൂഷൻ. ഹോസ്പിറ്റലിന്റെ എവല്യൂഷനിലേക്ക് കടക്കാണ്. അതായത് ഇന്ത്യൻ സെനറിയോ
പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ എങ്ങനെയുള്ള സാഹചര്യങ്ങളാ? പ്രീ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള സാഹചര്യങ്ങളില് ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് considered as provisional and spiritual by early rulers. ആദ്യകാല ഭരണാധികാരികൾ എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു പരിക്കേറ്റവർക്ക് ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ പരിഗണിച്ചിരുന്നത്? ആസ് പ്രൊവിഷണൽ, വളരെ താൽക്കാലികമായിട്ടും ആൻഡ് സ്പിരിച്വൽ, ആത്മീയമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അല്ലെ, നമ്മൾ ആദ്യം പഠിച്ച ആദ്യത്തെ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ അല്ലെ, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനപരമായിട്ടുള്ളൊരു ചികിത്സയല്ല, അതിന് പകരം അവരെങ്ങനെയായിരുന്നു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആത്മീയപരമായിട്ടുള്ള രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വളരെ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു ആത്മീയപരമായ ഒരു ചികിത്സയായിട്ടായിരുന്നു ആദ്യകാല വൈദ്യപരിചരണത്തെ നമ്മുടെ ഏർലി റൂളേഴ്സ്, ആദ്യകാല ഭരണാധികാരികൾ പരിഗണിച്ചിരുന്നത്. അല്ലെ, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് അല്ലെ? അല്ലാതെ ഇന്ന് കാണുന്ന പോലെയുള്ള രീതിയിലുള്ള യാതൊരുവിധ ഫെസിലിറ്റികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥാപനം തന്നെ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ഥാപനത്തിലേക്കുള്ള ഒരു പരിണാമം വന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെയായിരുന്നു. ആദ്യകാല ഭരണാധികാരികൾ ഇപ്പോഴും നമ്മുടെ ആ ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഒരു സിക്ക് അല്ലെങ്കിൽ രോഗം വന്നാൽ അതിനാവശ്യമായ പരിചരണം എപ്പോഴും താൽക്കാലികവും അതുപോലെ എന്താണ് സ്പിരിച്വൽ ആത്മീയവുമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നത്. രണ്ടാമത്തെ പറയുന്നതാണ് അക്ഷയ. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? ATREYA ആണ് കേട്ടോ. ATREYA, അക്ഷയ. ഒരു മുനിയാണ് അല്ലെങ്കിൽ സേജ് ആണ്. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? അക്ഷയ മുനി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ആരും കേട്ടിട്ടില്ലേ? ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് വൺ എന്താന്ന് പറഞ്ഞത്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദി സിക്ക് വാസ് കൺസിഡർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. അതായത് നമ്മുടെ രോഗബാധിതരായവർക്ക് ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം കൊടുക്കണം. അത് ആദ്യകാല ഭരണാധികാരികൾ അത് കൺസിഡർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നത് വളരെ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടും ഒരു സ്പിരിച്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയപരമായിട്ടുള്ള രീതിയിലുള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത് എന്നായിരുന്നു ആദ്യകാല ഭരണാധികാരികൾ കൺസിഡർ ചെയ്തിരുന്നത്. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? രണ്ടാമത്തത് പറയുന്നത് അക്ഷയ. അദ്ദേഹം ഒരു മുനിയാണ്. അതായത് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ, അതെ അക്ഷയ മഹർഷി, അത് തന്നെ കേട്ടോ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യനും ടീച്ചറുമാണ് എന്തെന്ന് പറയുന്നത് അക്ഷയ മുനി. അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടാണ്? നിങ്ങൾ ആയുർവേദമൊക്കെ പഠിച്ചോ? ആയുർവേദ പഠിച്ചോ? അന്നേരം ഇദ്ദേഹത്തിന്റെ പേര് എവിടെയെങ്കിലും പരാമർശിച്ചിരുന്നോ? എന്താണ്? ഇല്ല പറഞ്ഞിട്ടില്ല എന്നാണോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇദ്ദേഹം അതായത് അക്ഷയ, നമ്മുടെ 3 പേരാണ് കേട്ടോ. അക്ഷയ, ശുശ്രുത, ചരക. ഈ 3 പേരും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടു കാണും അല്ലെ? അക്ഷയ, ശുശ്രുത, ചരക. ഈ 3 വ്യക്തികളും ഇവര് 3 പേരും കൂടിയാണ് നമ്മുടെ ആയുർവേദം സ്ഥാപിച്ചിരിക്കുന്നത്. തപസ് ചെയ്തതാണോന്നോ? അദ്ദേഹമായിരുന്നു നമ്മുടെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്കൊരു ഫിസിഷ്യൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീച്ചർ. അത് വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ ആരംഭിച്ച ഒരു വ്യക്തിയാണ് അക്ഷയ മുനി എന്ന് പറയുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശിലയില് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തക്ഷശില യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ടീച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. രണ്ടാമത്തത് അത് സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ. അക്ഷയ എന്നാണ് കേട്ടോ. TREY ആണ് കേട്ടോ. EYA. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും വരുമ്പോ കേട്ടോ. നെക്സ്റ്റ് ആണ് സുശ്രുത മഹർഷി. കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേര്? 6th century BC. ചരക മഹർഷി 200 AD. ആ കാലഘട്ടത്തില് ഇവര് 3 പേരും കൂടി അക്ഷയ, ശുശ്രുത, ചരക ഈ 3 പേരും കൂടി ചേർന്നാണ് ആയുർവേദം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സുശ്രുതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ലീവ് ചെയ്തിരുന്ന
ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ എഴുതും? ആരെയാണ് എഴുതുക? അക്ഷയ മഹർഷിയാണ് അല്ലെ. അക്ഷയ എന്ന പേരാണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് സുശ്രുതയുമായി ബന്ധപ്പെട്ട, അവിടെയും ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. SH സുശ്രുത എന്നാണ് കേട്ടോ. സുശ്രുത മഹർഷി, അദ്ദേഹമാണ് ഫാദർ ഓഫ് സർജറി. നമ്മൾ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് ആരെ പറഞ്ഞേ? ആരെയും ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞത് ആരാണ്? മറന്നുപോയോ? ആരാണ് ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. വെരി ഗുഡ്, ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ ഫാദർ ഓഫ് സർജറി എന്ന് ചോദിച്ചാൽ ആരാണ്? ആരാണ് ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് സുശ്രുതയാണ്. Ancient Indian surgeon known for his outstanding operation and techniques and for his influential dissertation സുശ്രുത സംഹിത. എന്താണ് ഇദ്ദേഹത്തെ? സുശ്രുത അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി അല്ലെങ്കിൽ നമ്മുടെ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം പുരാതന ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലെ ഒരു പുരാതനമായ ഇന്ത്യൻ സർജൻ ആണ്. ഇത് ഇന്ത്യൻ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. നോട്ട് ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ, അദ്ദേഹം ഓപ്പറേഷൻസിൽ അദ്ദേഹത്തിന്റെ എക്സലന്റ് ആയിട്ടുള്ള ഒരു മികവ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെക്നിക്കുകൾ ആദ്യമായിട്ട് നല്ല പുതിയ പുതിയ ടെക്നിക്സും മികവും ഒക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ, ഒരു പ്രസിദ്ധമായ പ്രബന്ധമാണ് സുശ്രുത സംഹിത. ചോദിക്കാട്ടോ, അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ, സുശ്രുതയുടെ ഒരു പ്രസിദ്ധമായ ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. The main origin of knowledge about surgery in ancient India. നമ്മുടെ ഇന്ത്യയിലെ, പുരാതന ഇന്ത്യയിലെ സർജറികൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ അറിവ് നൽകുന്ന അല്ലെങ്കിൽ അറിവിന് വേണ്ടി നൽകുന്ന ഒരു ഒറിജിൻ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സുശ്രുത സംഹിത എന്ന് പറയുന്ന ആ ഒരു ഡിസർട്ടേഷൻ പ്രബന്ധത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ പറയുന്നത്. ആ പ്രബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു പ്രബന്ധമാണ്. അപ്പൊ സുശ്രുത എന്ന് പറയുന്ന വ്യക്തി ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻ ടെക്നിക്കുകൾ നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രബന്ധമാണ് എന്തെന്ന് പറയുന്നത്? സുശ്രുത സംഹിത. പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെ. സുശ്രുതൻ രചിച്ച പ്രത്യേക പ്രബന്ധമാണ്. അദ്ദേഹത്തിന്റെ പേര് അതിനു മുൻപ് തന്നെ ഉണ്ട് അല്ലെ, സുശ്രുത സംഹിത. മാറിപ്പോവില്ലല്ലോ. എന്താണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. പുരാതന ഇന്ത്യയിലെ ശസ്ത്രക്രിയകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. ഇത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നമ്മള് ഒരാളെ കൂടി നമുക്ക് നോക്കാം. ചരക. ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് കേട്ടോ. ചരകയുടെ പേരും നിങ്ങൾ കേട്ടു കാണും അല്ലെ. വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. ആയുർവേദത്തിലേക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയ ഒരു പ്രധാന വ്യക്തിയാണ് ചരക എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ആയുർവേദം? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ അല്ലെ. എന്താണ് ഒരു ആയുർവേദം എന്ന് പറയുന്നത്? പഠിച്ചോ ആയുർവേദത്തെ കുറിച്ച്? പഠിച്ചോ? ഓക്കെ. എന്താണ് ഒരു ആയുർവേദ എന്ന് പറയുന്നത്? എന്താണ്? പുരാതന ഇന്ത്യയിൽ, അതെ, സയൻസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് എന്താ? പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത എന്താണ് ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ചികിത്സാ സമ്പ്രദായം, അതാണ് സിസ്റ്റമാറ്റിക് അല്ലെ. സിസ്റ്റം ഓഫ് മെഡിസിൻ, ഒരു ചികിത്സാ സമ്പ്രദായവും ജീവിത രീതിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. എന്താ ആയുർവേദ എന്ന് പറഞ്ഞിരിക്കുന്നത്? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ, എന്താ ഒരു ചികിത്സാ സമ്പ്രദായവും ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിത ശൈലിയുമാണ് ആയുർവേദ എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദത്തിന്റെ ഒരു പ്രധാന കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് ചരക. ഇനി അദ്ദേഹത്തിന്റെ ഹീസ് നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റീസ്, വൈദ്യപരമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? നെയ്മഡ് ചരക സംഹിത. അപ്പൊ അവിടുത്തെ പേരുകൾ തമ്മിൽ കണക്ട് ആവാൻ പറ്റില്ലേ? ചരകൻ നിർമ്മിച്ചത് ഏതാണ്? ചരക സംഹിതയാണ്. സുശ്രുതയുടെ ഏതായിരുന്നു?
ഏതാണ് സുശ്രുതയുടെ? സുശ്രുത സംഹിത. മനസ്സിലായല്ലോ? രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പേര് തന്നെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് ഈ ചരക സംഹിത എന്ന് പറയുന്നത്? വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. ആദ്യത്തേത് നമ്മുടെ ആയുർവേദത്തെ കുറിച്ചും ക്ലാസിക്കൽ ആയിട്ട് പുരാതന ഇന്ത്യൻ മെഡിസിനെ കുറിച്ചുമുള്ള ഒരു ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഇവിടെ വെച്ച് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ആ 4 പോയിന്റ്സ്, 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു 5 പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതൊന്നും കൂടി പറയാം കേട്ടോ. ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.